നമ്മുടെ NTCO സെലിബ്രേഷന് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നു. എന്നാണ് ഞങ്ങൾ രണ്ടുപേരോട് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഇവന്റ് മാനേജ്മെന്റ് ചെയ്തിരുന്നു ഈ ബിസിനസ് വരുന്നതിന് മുമ്പ്. നീണ്ട വർഷക്കാലം, ഒരു 3-4 വർഷം കൊണ്ടാണ് അത് ചുവട് പിടിച്ചത്. അങ്ങനെ നല്ല വരുമാനമൊക്കെ കിട്ടിയിരുന്ന സമയത്ത് ഒരു 4-5 ലക്ഷം രൂപയൊക്കെ എങ്ങനെയൊക്കെ തന്നെ ശരിയാക്കി എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് വരുന്നത്. ഞങ്ങളുടെ സ്പോൺസർ വേൾഡ് ട്രേഡ് കോർഡിനേറ്റർ UTC ലീഡർ നമ്മുടെ സജീവ് പാറക്കൽ സാറാണ്. നമ്മുടെ ടീമിന്റെ ഏകദേശം ഒരു കമ്പനിയുടെ തന്നെ 70% മുകളിലുള്ള മുകളിൽ ടീമിനെ കോണ്ട് ചെയ്യുന്ന മഹാവ്യക്തിത്വമാണ്. ഞാൻ എന്തെങ്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ സ്റ്റേജിരിക്കാനുള്ള എല്ലാത്തിനും സമസ്ത നേട്ടങ്ങൾക്കും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ എല്ലാ നേട്ടങ്ങളും സമർപ്പിക്കുന്നു. ബാങ്കിലേക്ക് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും ഈ ഒരു ബിസിനസ് വന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങൾ 2 വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു 4,500 സ്ക്വയർ ഫീറ്റ് ലക്ഷം ഞാൻ ഒരാളുടെ വീട് പ്രോത്സാഹിക്കാൻ കഴിഞ്ഞു. സാറിന്റെ ആണ് ഈ ഒരു ബിസിനസ്സിലൂടെ BMW S5 വാഹി പാർപ്പിച്ച് നടക്കുന്നത്. ഞാൻ കുറച്ച് സ്ഥലം വാങ്ങാൻ പറ്റി. അതുപോലെ തന്നെ വീട് പണി തീർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ 2-3 വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഫ്ലൈറ്റിൽ യാത്രയുടെ കാര്യമൊക്കെ ആരും പറയുന്നത് കേട്ടല്ലേ, എന്താണ് ലൈറ്റ് കണ്ടെന്നുള്ളത് മേഡമല്ലേ. ശരിക്കും ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ഒരു വിദേശ യാത്ര ഞാനിങ്ങനെ ഫ്ലൈറ്റ് റബ്ബർ തോട്ടത്തിൽ തന്നെ കൃഷിക്കാരാണ്, റബ്ബർ തോട്ടത്തിൽ നടക്കാണ് വീട്. അപ്പോൾ ഒത്തിരി നേരം ഒന്ന് ഫ്ലൈറ്റ് കണ്ടിരിക്കാൻ മറിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ മറയുന്ന സമയത്ത് കൺവെട്ടത്ത് ഇങ്ങനെ മറിഞ്ഞു പോകുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം, എന്റെ കാലമൊക്കെ തീരാറായി, ഇനിയിപ്പോ എന്ത് ഈ ഫ്ലൈറ്റിലൊന്നും പോക്കോ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അല്ല എന്റെ മക്കളോ അവരുടെ കാലത്തൊക്കെ ചിലപ്പോൾ നടക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് ഞാൻ ഇന്ന് ഏറെ 90 മുകളില് പ്രാവശ്യം ഫ്ലൈറ്റിലൂടെ തരങ്ങൾ സമയത്ത് ചെന്നൈക്ക് രാവിലെ പോയിട്ട് വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടില് വെളുപ്പായപ്പോഴത്തേനും വീട്ടിൽ തിരിച്ചു വന്ന കാര്യവും. അതുപോലെ തന്നെ കൊറോണയുടെ സമയത്ത് അല്ലെ, ലോകം മൊത്തം കൊറോണ എന്ന് പറയുന്ന പാൻഡമിക് സിറ്റുവേഷൻ ലോകം മൊത്തം അടച്ചിട്ടിരുന്ന സമയത്ത് നമ്മൾ നാടും വീടും ലോക പോലീസ് വിളിക്കുന്ന അമേരിക്കയൊക്കെ അടച്ചിരുന്ന സമയത്ത് ഈ ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്ത സമയത്ത് ഇതിനെ ടിക്കറ്റ് കിട്ടിയത് സൈഡ് സീറ്റ് കിട്ടിയിട്ടാണെങ്കിലും ടിക്കറ്റ് കിട്ടിയിരിക്കണം. അങ്ങനെ എളുപ്പം കിട്ടിയിരുന്ന യാത്ര ചെയ്തൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്വാധീനിച്ച കാര്യങ്ങൾ. നിങ്ങളുടെ തലമുറ തന്നെ മാറി മറിയുന്ന ഒരു ബിസിനസ് അവസരമാണിത്. ഏറ്റെടുത്ത് ചെയ്യാം. ഇതിന്റെ സിസ്റ്റം ഉണ്ട്, സിസ്റ്റത്തിൽ നിൽക്കാൻ നോക്കുമ്പോൾ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതുപോലെ രാവും പകലും ഇങ്ങനെ മാറി വരുന്ന സിസ്റ്റം ഉണ്ട് അല്ലേ. സൂര്യന് ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് ഇങ്ങനെ രാവും പകലോട്ട് അതിന് സിസ്റ്റം ഉണ്ട്. വെള്ളം ഒഴുകുന്ന സിസ്റ്റം ഉണ്ട് എല്ലാവർക്കും അല്ലേ. വെള്ളം ഇങ്ങനെ ഒഴുകുന്ന താഴേക്കാണ്, താഴ്ന്ന പുറത്താണ് അല്ലെ, താഴ്ന്ന പുറത്തേ നീരുള്ളൂ. ഏതാണ്ട് ഇതിനും ഒരു സിസ്റ്റം ഉണ്ട്. എപ്പോഴാണ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ, എപ്പോഴാണോ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്, 10 ID കിട്ടുന്നത്, അപ്പോൾ തന്നെ അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമാകും. അതുപോലെ തന്നെ നമ്മുടെ ടീം, അതിന്റെ സിസ്റ്റം, ഇതിന് കുറെ പ്രോഗ്രാമുകൾ, അതുപോലെ കമ്പനി മീറ്റിങ്ങുകളുണ്ട്. പിന്നെ നിങ്ങളുടെ ടീം നടത്തുന്ന ട്രെയിനിങ്ങുകൾ, ഇപ്പം ITC കൺവെൻഷൻ നടക്കുമ്പോൾ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ അല്ലെ പ്രവീൺ ജെ ചന്ദ്രൻ സാർ വന്ന് പങ്കെടുത്ത നെക്സസ് 2025 ചെറുതും വലുതുമായി ധാരാളം പ്രോഗ്രാമിലൊക്കെ ഇന്ന് കയറി ഇറങ്ങി വരുന്ന സമയത്ത് ഈ നേട്ടങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട്, ഒരു ചേരുവയായിട്ട് ഇതിനെങ്ങനെ നിർത്തുന്ന ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ റിലേഷൻഷിപ്പാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ സ്നേഹം അഖില സാരം മൊഴി അല്ലേ. സ്നേഹത്തിൽ നിന്ന് ഒരിക്കുന്ന ലോകം സ്നേഹത്താൽ അഭിവൃദ്ധിയായിരുന്നു. സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്തുന്നത്. എത്ര നരകപരമായ ദുരിതത്തിൽ നമ്മൾ അകപ്പെട്ടാലും സ്നേഹം ഉണ്ടെങ്കിൽ, പറഞ്ഞാലേ ഒരുമയുണ്ടെങ്കിൽ മേലും കിടക്കാനാണ്. അപ്പം അതാണ് ഇതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട്. കഴിഞ്ഞ 9 വർഷം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് സാറിനെ പരിചയപ്പെട്ട സമയത്ത് സാറിങ്ങനെ നിരന്തരം വിളിക്കാം. അപ്പോൾ ഒരു ദിവസം വന്ന സമയത്ത് സാറിന്റെ പെൻസ്
പറഞ്ഞു, അല്ലെങ്കിൽ കോയമ്പത്തൂർ വരിക, എൻ്റെ കൂടെ പോയ ഒരു ഒരു വെജിറ്റേറിയൻ കൂണ് സ്ഥലപ്പെടാൻ തോന്നുന്നുണ്ട്, അടിപൊളി ഒരു വെജിറ്റേറിയൻ കൂണ് കഴിക്കുന്ന ഒരു ലാഭത്തോടെ വന്ന പയ്യപ്പോൾ ഞങ്ങൾ സാറിനോട് പോയി അവിടെ ചെന്ന് കുറച്ച് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് വന്ന് നാട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കേരളത്തിൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കുറച്ച് ഏറ്റവും വേണ്ടപ്പെട്ട അടുപ്പം സ്നേഹമുള്ള ഒരു 4-5 ആൾക്കാർക്ക് കൊടുത്തു. ആ പ്രോഡക്റ്റ് പോയിട്ട് കുറേയേറെ ആൾക്കാരെ കമ്പനിയിലൊക്കെ പോയിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ ഓർഡറുകളായിട്ട് അത് കൂട്ടിക്കൊണ്ട് വരികയും അതിങ്ങനെ ഡെവലപ്പ് ചെയ്താണ് ഞങ്ങൾ എന്താണ്ട് ബ്യൂട്ടീസിലേക്ക് കിടക്കുന്ന സ്റ്റേജിലേക്കൊക്കെ എത്തിച്ചേരാനും 9 വർഷം 10 കോടി രൂപ ചെയ്യാൻ പറ്റി. ലോകത്തിലെ ഏത് മുക്കിലും മൂലയിൽ പോയാൽ കിട്ടാത്ത ഒരു വരുമാനമൊക്കെ കഴിഞ്ഞ ഷോർട്ട് പീരീഡ് കൊണ്ട് ഏൺ ചെയ്യാൻ സാധിച്ചു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് കുറഞ്ഞ സമയം 4-5 വർഷങ്ങളുണ്ട്, അല്ല 6-7 വർഷങ്ങളുണ്ട്. വലിയ വർഷമാണ് അല്ല, ഒരു പ്രൊഫഷണൽ കോഴ്സ് പാസ്സാണെങ്കിൽ തന്നെ 4 വർഷം. അപ്പൊ അത്രയും ചെറിയ സമയം 100% ലീഗലായിട്ട്, അല്ലെ, നിയമപരമായ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. 100% ലീഗൽ, ഷോർട്ട് പീരീഡ്, അതുപോലെ തന്നെ യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇല്ല. ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ യാതൊരുവിധ റിസ്കും ഇല്ല. ലാൻഡ് വേണ്ട, ലേബർ വേണ്ട. പിന്നെ ബിസിനസിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഈ 3 ഘടകങ്ങളും ഇവിടെ ആവശ്യമില്ല. ഇതെല്ലാം ആവശ്യമുള്ള ആരുടെ കമ്പനിയാണ്? MLS മാർക്കറ്റിംഗ് കമ്പനിയാണ്. സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് അസാധാരണക്കാരനാണ് ഒരു കോമൺ മെൻ, അൺകോമൺ മെൻ ആയിട്ട് മാറാൻ ഏറ്റവും നല്ല അവസരം. ഇതാരെ നമ്മൾ പഠിച്ചത് മനസ്സിലാക്കിയെന്നറിയോ? നമ്മളെക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അതോറിറ്റികൾ, അതുപോലെ നമ്മളെ നയിക്കുന്നവർ, എങ്ങനെയാണ് നമ്മളെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ് താമസിക്കുന്നത്. അപ്പൊ നമ്മൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാൽ ഭരണം നിർവഹിക്കപ്പെടുന്ന രാഷ്ട്രത്തില് നമ്മൾ താമസിക്കുന്നത്, വളരുന്നത്, നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയില് ജനപ്രതിനിധികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. ഒപ്പം തന്നെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ്, അവരില്ലെങ്കിൽ ബിസിനസ് ഈ ഒരു ഇൻഡസ്ട്രി എത്രയും വളരെയില്ല. കടകളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളിലേക്ക് ബന്ധപ്പെട്ട് പോകാൻ പാർലമെന്റ് മാർച്ചിനും അതുപോലെ ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഒത്തിരി സംരംഭങ്ങൾക്കും ഒക്കെ പോകാനുള്ള ഭാഗ്യമുണ്ടായി. ശരിക്കും അവിടെയൊക്കെ ഏറ്റവും ഞാൻ ഒത്തിരി ഹിന്ദി പഠിച്ചില്ല, 10ാം ക്ലാസ്സിൽ പഠിച്ചു, മലയാളമാണ് ഡിഗ്രി എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു വാക്കാണ് ഏറ്റവും കൂടുതൽ കാനൂൻ ബനാവൂ, നിയമം ഉണ്ടാക്കണം. ഡൽഹിയില് പാർലമെന്റ് മാർച്ചിനൊക്കെ പോയപ്പോൾ വലിയ മുദ്രാവാക്യം എടുക്കുന്നതാണ്. ഏതാണ്ട് 2011 തൊട്ട് 2016 വരെ കേരളത്തില് ഇതിനെ കുറിച്ച് ഗവൺമെന്റ് അതോറിറ്റികളൊക്കെ പഠിക്കുകയായിരുന്നു. 2016 ആദ്യമായിട്ടൊരു ഡയറക്ഷൻസ് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനുശേഷം 2019 ആയപ്പോഴത്തേക്കും ഒരു ആക്ട് ഒക്കെ വന്നു. 2021 പരിപൂർണമായ നിയമം പാർലമെന്റ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, പാർലമെന്റ് പാസ്സാക്കുന്നു. അതിനുശേഷം 8/8/2018 തന്നെ ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ട് മോണിറ്ററിംഗ് മെക്കാനിസം, നിരീക്ഷണ സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ആ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു. നിയമപരമായിട്ട് വന്നു. അതിനുശേഷം അന്തിമമായ ഡയറക്ഷൻ ഗവൺമെന്റ് തന്നെ വിശേഷിപ്പിച്ച നമ്മളെല്ലാവരും തന്നെ ലീഡേഴ്സൊക്കെ പങ്കെടുത്ത 10,000 കണക്കിന് ആൾക്കാർ പങ്കെടുത്ത സെൻട്രൽ സ്റ്റേഡിയം ഇല്ലേ, നിറഞ്ഞു കവിഞ്ഞ് തലേ ദിവസം തന്നെ ഇതിലൊക്കെ ആൾക്കാർ വന്നിരിക്കുകയായിരുന്നു. അപ്പം നിറഞ്ഞു കവിഞ്ഞ സദസ്സിനെ വിളിച്ച് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ മെക്കാനിസത്തിന്റെ ഔദ്യോഗികമായ പരിപൂർണമായ മോണിറ്ററിംഗ് മെക്കാനിസം, അതിന്റെ സിസ്റ്റം, അതുപോലെ അതിന്റെ സൈഡുകള്, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്ന് എല്ലാ പത്രങ്ങളിലും ഗവൺമെന്റ് തന്നെ പരസ്യം കൊടുത്തു. പൊതുവിതരണ വകുപ്പാണ് അന്ന്, ഗവൺമെന്റ് ആണ് പത്രങ്ങളിൽ പരസ്യം കൊടുത്തത്. ഇൻഡസ്ട്രിയെ കുറിച്ചാണ് പറഞ്ഞത്, നമ്മുടെ കമ്പനിയെ കുറിച്ചല്ല പറയുന്നത്. ഇൻഡസ്ട്രി എത്ര മഹത്തരമാണെന്നാണ് പറയുന്നത്. ഇത് ലോകത്തിൽ പറയുകയാണെങ്കിൽ 10,000-ഓളം കമ്പനികളുണ്ട്. അതിൽ ഇന്ത്യയിൽ തന്നെ ഒരു 500-ന് മുകളിൽ കമ്പനികളുണ്ട്. 1976 തൊട്ട് സ്റ്റാർട്ട് ചെയ്താണ്. ഇന്ത്യയിൽ വന്നിട്ടത് ഒരു പല കമ്പനികളൊക്കെ വന്നിട്ട് 4 നൂറ്റാണ്ട് കഴിഞ്ഞു. 25-30 വർഷമൊക്കെ ആയി ഇന്ത്യയിലേക്ക് സിസ്റ്റം വന്നിട്ട് പല പല കമ്പനികളുടെ കാര്യങ്ങളൊക്കെ വന്നു. ഇത് കൃത്യമായ ഒരു നിയമസംഹിത ഇല്ലായിരുന്നതുകൊണ്ട് അത് എല്ലാം കൃത്യമായിട്ടല്ല പോയി. ഇപ്പോഴാണ് കഴിഞ്ഞ, ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായ
ഇതിന്റെ ഔദ്യോഗിക ഇനാഗുറേഷനോട് കൂടിയാണ് ഇന്ന് 7 വകുപ്പുകൾ, അതായത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, 2 ADGP റാങ്കിലുള്ള 2 ആൾക്കാര്, അതുപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ലോ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ പൊതുഭരണ വകുപ്പ്, അതുപോലെ ലീഗൽ മെട്രോളജി, അടുത്ത കാലത്ത് ചേർത്ത ലീഗൽ മെട്രോളജി, അതുപോലെ KGST ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ GST ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ സൂപ്രണ്ടുമാര്, ഇങ്ങനെ 6-7 വകുപ്പ് പ്രസിഡന്റ്, മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ സെക്രട്ടറിമാര് ഒക്കെ, അതുപോലെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ്, ഇന്ത്യയിലെ എല്ലാ നേതൃത്വത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ട്രേഡ് യൂണിയന്റെ നാഷണൽ ലെവലിലെ സ്റ്റേറ്റ് ലെവലിലുള്ള ലീഡേഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു മോണിറ്ററി മെക്കാനിസം സംവിധാനം അല്ലെ നിയമത്തിന്റെ ഒരു കനത്ത ഒരു ഫ്രെയിം വർക്ക് അല്ലെ ചട്ടക്കൂട് നിലവിൽ വന്ന സാഹചര്യത്തിലാണ് പുതിയതായിട്ട് ധാരാളം പേരോട് വന്നിട്ടുണ്ട്. പുതുതായി ആൾക്കാർ ഇത് കേൾക്കുന്നത് ഈ ഒരു സിസ്റ്റം ഇന്ന് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. എന്റെ മകൻ തന്നെ പഠിച്ചതാണ്. ആള് കൊമേഴ്സ് പഠിച്ചുകൊണ്ട് +2 കൊമേഴ്സ് പഠിക്കുമ്പോൾ ആ കുട്ടി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാഠപുസ്തകം പഠിക്കാനുണ്ട്. ആള് BCom ആണ് പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടി BComലും ഇതേ സബ്ജക്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ MComൽ പഠിക്കുന്നുണ്ട്. അതുപോലെ പല യൂണിവേഴ്സിറ്റി, സൂഡിംഗ് യൂണിവേഴ്സിറ്റി, അതുപോലെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ധാരാളം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇതൊരു മാസ്റ്റർ പ്രഥമ വിഷയം, ഒരു ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിക്കുവാനുള്ള അവസരങ്ങൾ ഇന്നൊരു സബ്ജക്റ്റായിട്ട് മാറ്റപ്പെട്ടു. അതുപോലെ തന്നെയാണ് നമ്മുടെ വെൽനസ് ഇൻഡസ്ട്രി ഇന്ന് നമ്മുടെ സജിസാറിന്റെ കോളേജിൽ തന്നെ പഠിച്ച ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ പഠിച്ച സമയത്ത് ആളിന് പഠിക്കാനുണ്ടായിരുന്നു ഒരു പേപ്പർ വെൽനസ് ഇൻഡസ്ട്രിയെ കുറിച്ച്. ഇത് വെൽനസ് ഇൻഡസ്ട്രി അതുപോലെ തന്നെ ഡയറ്റസിൽ ഇൻഡസ്ട്രി രണ്ടും വലിയ മഹാസാഗരങ്ങളാണ്. എനിക്ക് H2O 2 ആറ്റം ഹൈഡ്രജനും 1 ആറ്റം ഓക്സിജൻ ചേർന്ന് വെള്ളം ഉണ്ടാകുമ്പോൾ അത്ര മനുഷ്യന് ജീവസന്ധാരണത്തിന് എത്രമാത്രം ആവശ്യകതയുണ്ടോ വെള്ളം എന്ന് പറഞ്ഞാൽ ഇനി വരും കാല തലമുറയ്ക്ക് അല്ലെ എതിരായ ധാരാളം ആൾക്കാര് അവരുടെ ഇന്ന് യൂത്ത് എല്ലാം എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ കുറച്ച് ആൾക്കാരെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നിർത്തുവാൻ ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ ഗവൺമെന്റിന്റെ മക്കൾ എന്താണുള്ളത് അല്ലെ. ഇന്ന് ഗവൺമെന്റിന്റെ എല്ലാ പ്രഖ്യാപിത നയങ്ങൾ എന്തൊക്കെയാണ്? ഡിജിറ്റലൈസേഷൻ ഗവൺമെന്റ് നയമാണ്. അത് ഇന്ന് നമ്മൾ ലോകത്തിൽ നമ്പർ 1 ആണ്. നമ്മൾ ജനസംഖ്യയിൽ ചൈനയ്ക്ക് ഓപ്പറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഗൂഗിൾ പേ അല്ലേ, ഏത് കണക്ഷനാലും ഗൂഗിൾ പേ, ഏത് ഷോപ്പിൽ ഓട്ടോറിക്ഷ എവിടെയാണല്ലോ ഗൂഗിൾ പേ ഒക്കെ വന്നുകൊണ്ടാണ് ഡിജിറ്റലൈസേഷൻ നമ്മൾ നമ്പർ 1 ആയി. ഡിജിറ്റലൈസേഷൻ അതുപോലെ മേക്കിംഗ് പദ്ധതി നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും അതിന്റെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്കിൽ ഇന്ത്യ പദ്ധതിയായിട്ട് ടൈപ്പ് ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് നമ്മുടെ കമ്പനി. അതുപോലെ തന്നെ സ്കിൽ ഇന്ത്യ, അതുപോലെ മേക്കിംഗ് ഇന്ത്യ പദ്ധതി, അതുപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പ് ആരുടെ സബ്ജക്റ്റ് ആണ്? ഗവൺമെന്റിന്റെ സബ്ജക്റ്റ് ആണല്ലേ. എല്ലാവരും ഓണ്ടർപ്രണറാക്കുക, സംരംഭകരാക്കുക. എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ബാങ്കുകൾ സപ്പോർട്ട് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ സെൻട്രൽ ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഫണ്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഓണ്ടർപ്രണർഷിപ്പിനാണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് നേടില്ലേ, സ്വാശ്രയ സംഘങ്ങൾ എന്ന് പറയുന്നത് ഏത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. സ്വാശ്രയ സംഘങ്ങൾ പോലെ നമുക്ക് സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ബിസിനസ്. അതുപോലെ സംരംഭകത്വത്തെ ഏറ്റവും കൂടുതൽ അത് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം അല്ലെ, അത് എവിടെയാണെന്ന് ചോദിച്ചാൽ യദുകൃഷ്ണൻ അല്ലെ, അടിപൊളി MC ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, പെർഫോമൻസ്. അത് ഒരു എന്താണ് അതിന്റെ സർക്കസ് കൂടാതെ കണ്ടിട്ടില്ല. അതിന്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഒറ്റ തൂണിലാണ് മൊത്തത്തേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അതിശക്തമായിട്ട് BOP നമ്മുടെ എവിടുന്നാണ് കേട്ടത്? നമ്മള് യാരുടെ മുഖതാവിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആളുകൾ പരിചയപ്പെട്ടു. നമ്മുടെ കവിത അല്ലേ, ഡോക്ടറുടെ നാവിൽ നിന്നാണ്, മുഖതാവിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ഡോക്ടറാണോ? ഇതൊരു എന്താണ് അതിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഇതെന്ത് പ്രോഡക്റ്റ് ആണ്? പ്രൊപ്രൈറ്ററി മെഡിസിൻ. ഒരു പ്രൊപ്രൈറ്ററി മുഖാന്തരം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കഫ് സിറപ്പും അതുപോലെ തന്നെ വിക്സും ഒക്കെ നമ്മൾ ഒക്കെ മേടിച്ച് കഴിക്കല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രൊപ്രൈറ്ററി കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ്. എന്നാൽ നമ്മൾ ഇന്ന് പ്രോഗ്രാം നമുക്ക് പറഞ്ഞു തന്ന് മറ്റാരെല്ലാവരും ഡോക്ടർ തന്നെയാണ്. നമ്മളെല്ലാവരുടെയും ഭാഗ്യമാണ്. അടിപൊളി എന്താണ്
ഓഫീസിലേക്ക് ഒരു കൊച്ചു വിദ്യാർത്ഥി